പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ ഒരു യാത്രയുടെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈവേയിൽ വണ്ടികൾ ചീറിപ്പായുന്ന ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്, ഇന്ന് സാബത്തിൽ ബലിയർപ്പിച്ച് നമ്മളുടെ ഒക്ടോബർ മാസത്തിലൂടെയാണ് ഈശോ വലിയൊരു കൃപ ഈ ഒരു സാബത്ത് ദിനത്തിൽ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് തീത്തോസിൻ്റെ ലേഖനം 3:6. അവിടെ വചനം വെളിപ്പെടുന്നത് എങ്ങനെയാണ്? ദൈവം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത്. അതായത് യേശു പോകുമ്പോൾ പറഞ്ഞല്ലേ, ഞാൻ നിങ്ങൾക്ക് ഒരു സഹായകനെ നൽകുന്നു. ആ സഹായകനായ പരിശുദ്ധാത്മാവ്. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരു വ്യക്തി യേശുവിനെ ആരാധിക്കുമ്പോൾ തന്നെ, യേശുനാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രകടമായ ഇടപെടൽ സംഭവിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ആത്മീയ പിതാക്കന്മാർ ഞങ്ങളോട് പറയാറുണ്ട്, യേശുവേ 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 എന്ന് ഹൃദയം കൊണ്ട് ആവർത്തിച്ച് പറയും തോറും ആത്മാവിൻ്റെ അതിശക്തമായ ഒരു സാന്നിധ്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടും എന്ന്. ഇന്ന് നമുക്കതുകൊണ്ട് തന്നെ ഇന്നൊരു ഹോംവർക്കാണ്. ഇന്ന് നമുക്ക് യേശുനാമശക്തി, യേശുവിൻ്റെ നാമം ആവർത്തിച്ച് ഏത് പ്രതികൂല സാഹചര്യങ്ങളാണോ നമ്മൾ ഒരുപാട് അസ്വസ്ഥപ്പെടുന്നത്, ആ അസ്വസ്ഥതകളെ മനസ്സിൽ കണ്ട് എന്നിട്ട് ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുക, യേശുവേ യേശുവേ യേശുവേ. പ്രിയ സഹോദരങ്ങളെ, യേശുനാമത്തെ വിളിക്കുമ്പോൾ തന്നെ യേശു വാഗ്ദാനം ചെയ്യുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശോ നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.